എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പോട്ട് മക്കളെ. അളിയോ പോയിട്ട് വരാം. ശരിയടാ. പോയിട്ട് വാടി. എന്നാലും നിങ്ങൾ ഇത്രയും പെട്ടെന്ന് പോകണ്ടായിരുന്നു. അത് മോളെ, ഞങ്ങൾ വന്നിട്ട് 2 വീക്കായില്ലേ. അവിടുത്തെ വർക്കൊക്കെ നിങ്ങളുടെ അങ്കിളിന്റെ ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അവർക്കൊരു ബുദ്ധിമുട്ടില്ലേ, അതുകൊണ്ടാ. ഇനിയിപ്പം ഞങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. നീ ആഡത്തിൻ്റെയും ആരോണിൻ്റെയും ഏതെൻ്റെ ഒക്കെ കല്യാണം ഉണ്ടല്ലോ, ഞങ്ങൾ ഇങ്ങോട്ട് വരുമല്ലോ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങുക. ഇച്ച, ഞാൻ പറഞ്ഞു തന്ന ഐഡിയ ഒന്ന് വർക്കാക്കി നോക്ക, ചിലപ്പോ ഏക്കും. വിളിച്ച് പറയണേ സെറ്റായല്ലേന്ന്. ബൈ ബൈ. എന്നാ പോട്ടടാ. വി മിസ് യു. വി ആൾസോ മിസ് യു ഗൈസ്. നിങ്ങളെ ആ കൈ കൊണ്ട് അവൾ എന്നെ തലോടും. നീ എന്തേ പറയുന്നേ? അവൾ എന്റേതാ, ഞാൻ സ്വന്തമാക്കിയിരിക്കും. ഡാ, അവള് പാലിക്കലേ, അതെനിക്കൊരു പ്രശ്നമല്ല. നീ എന്തേലും ചെയ്, ഞാൻ പോവാ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇതാരാടി പുതിയൊരു ഐറ്റം? ഓ സോറി, എൻ്റെ പേര് ജിസു. നിങ്ങളുടെ ജെനിമിസിന് പകരം വന്നതാ. ഓ അങ്ങനെ. അത് ഇച്ചാനല്ലേ? ജിസു മിസ്സും ഉണ്ടല്ലോ. ഇത് മിക്കവാറും നിനക്കൊരു പാരയാകും. വരട്ടെ, എവിടം വരെ പോകും നോക്കാം. ഷിറ്റ്, എനിക്കൊന്നും അറിയണ്ട. എനിക്ക് അവളെ വേണം. അതിപ്പോ ആരെ എന്ത് ചെയ്തിട്ടാലും. യു ഗോട്ട് ഇറ്റ്? ഓക്കെ സർ. എടി ആദു, ഇച്ചായന്റെയും ജിസോമിസിന്റെയും പെർഫോമൻസ് ഉണ്ടെന്നാ പറയുന്നത്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? തല കുത്തി നിൽക്കണോ? അതിന് നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ? നിനക്ക് പാട്ട് പാടണ്ടല്ലേ? പോയി പ്രാക്ടീസ് ചെയ്. ഓ, ഞാൻ പോവുക. ഇച്ചായ. ആദു, ഇവയോ? അടുത്തത് അവളുടെ സോങ്ങാ. എന്നാ പാടാ, നമുക്ക് സ്റ്റേജിലോട്ട് പോവാം. എൻ്റെ മോളെ, നീ പൊളിച്ചു. ഇവ എനിക്ക് പറയാൻ വാക്കുകളില്ല. നീ എൻ്റെ അനിയത്തി തന്നെ. ഇച്ചാൻ എന്താന്നും മിണ്ടാത്ത? കൊള്ളായിരുന്നു. എന്നാ ഞാൻ പോയി പ്രാക്ടീസ് ചെയ്യട്ടെ. എന്തു പറ്റി മോളൂസേ? ഒന്നുമില്ല, വാടി വാ, നമുക്ക് പോവാം. ഇങ്ങനെയല്ലേ മിസ്? സർ, കറക്റ്റ്. ഓഹ്, അയാളുടെ ഒരു ഒലിപ്പീര്. മാറങ്ങോട്ട്. എന്താടി പൂച്ചക്കുഞ്ഞെ, എന്താ നീ പറഞ്ഞേ? ഒന്ന് പോടോ കാട്ടുപോയി. നീ വന്നേ. ഇച്ചാ, ഞാൻ ഓഡിറ്റോറിയത്തിൽ കാണും. ഓ ഇച്ചായ, പൊളിച്ചു മുത്തേ. അതു അയാളുടെ ഒരു പാവരിക്കലും പുതപ്പിക്കലും. ഇക്കണക്കിന് പോയാൽ ഞാൻ തന്നെ ഇയാളെ പുതപ്പിച്ച് കിടത്തും.
എടാ ആദു ഇവ എന്തിയേ? ആ ഞാനും അവരെയാ നോക്കുന്നെ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എടാ ആരോൺ, എടാ എനിക്ക് ടെൻഷൻ അടിക്കാതെ നമുക്ക് നോക്കാം, വാ. ആദു, ഇവ ആരും എന്റെ മക്കളെവിടെ? അത് മമ്മി. ഹലോ. ഹലോ മൈ ഡിയർ ഡോട്ടർ. അവിടെ എല്ലാവർക്കും സുഖമല്ലേ? എന്ത് വേണം? എനിക്ക് വേണ്ടത് ഞാൻ എടുത്തു കഴിഞ്ഞു. വാട്ട്? പാലക്കൽ തറവാട്ടിലെ ഇളയ 2 സന്താനങ്ങൾ ഇപ്പോ എന്റെ കയ്യിലാ. അന്നെന്നെ വെല്ലുവിളിച്ചിട്ട് പോയവളല്ലേ നീ? അന്നേ ഞാൻ കുറിച്ചു വെച്ചതാ ഈ ദിവസം. എന്റെ മക്കളുടെ ദേഹത്തൊരു മൺതരി വീണാ പൊറുക്കില്ല ഈ ആലിസ്. എന്താ ആലിസേ? മക്കള് പപ്പയുടെ കയ്യില. വാട്ട് ദി ഫക്ക്? മാതാവേ, എന്റെ കുഞ്ഞുങ്ങള്. മേരി, അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ അവരെ ഞാൻ കൊണ്ടുവരും. അത് ഈ ആലിസിന്റെ വാക്കാ. ഹലോ എടാ, അവരുടെ ലൊക്കേഷൻ കിട്ടി, ഞാൻ സെൻഡ് ചെയ്യാം. ആടാ, ആരാ വിളിച്ചത്? ജോഷ. അവരുടെ ലൊക്കേഷൻ കിട്ടി. ആരു, ഏതാ? നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ല്, എനിക്കൊരാളെ കാണാനുണ്ട്. ശരി മമ്മി. എടാ ഞങ്ങളും വരാം. വേണ്ടി ചായ, നിങ്ങളിവിടെ വേണം. ആരും സേഫ് അല്ല. നിങ്ങൾ പോയിട്ട് വാ. മമ്മി, ആദു, ഇവ നമ്മളിത് എവിടാ? അറിയില്ല, എനിക്ക് പേടിയാകുന്നു. നീ പേടിക്കാതെ, ഇച്ചായമാര് വരും. എഴുന്നേറ്റോ? എന്താ മക്കളെ നോക്കുന്നേ? നിങ്ങളെ ഒന്നും ആരും രക്ഷിക്കാൻ വരില്ല. ഇച്ചായൻ. ഇതാ പന്നെ, നിനക്കെന്നെ പെങ്ങളെയും പെണ്ണിനെ തന്നെ വേണോ അല്ലേ? ഇച്ചായ. ഇതാ പന്നി, വിടറ അവളെ. സാരമില്ല, കരയണ്ട. ഇവ ഇച്ചായ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, നിങ്ങൾ വന്നില്ലേ? വാ, വീട്ടിൽ പോവാം. അവിടെ എല്ലാവരും നിങ്ങളെ കാണാത്തോണ്ട് വിഷമിച്ചിരിക്കുമായിരിക്കും. മോളെ, നീയോ? വാ. നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാൻ വന്നത്, എന്റെ തന്നെന്ന് പറയുന്ന അയാളെ കാണാനാണ് ഞാൻ വന്നത്. ആലിസേ. വേണ്ട. ഇവിടെ ഉണ്ടായിരുന്നോ? നീയോ ഉണ്ടോ? എന്താ മക്കളെ വിട്ടു തരണോന്ന് പറഞ്ഞ് കാല് പിടിക്കാൻ വന്നതാണോ? ഹലോ. ഓക്കെ. അങ്ങനെ തന്റെ കാല് പിടിക്കേണ്ട ഗതികളൊന്നും പാലയ്ക്ക് തറവാട്ടുകാർക്കില്ല. മക്കള് പോയാൽ എന്താ? അവന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. എന്റെ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ അവരെ സ്നേഹിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് ഞങ്ങക്ക് ടെൻഷൻ ഇല്ല. തന്റെ കൊച്ചുമക്കളല്ലേടോ അവര്? അവരോട് ഇങ്ങനെ ചെയ്യാൻ തനിക്ക് എങ്ങനെ തോന്നി? വേണമെങ്കിൽ സ്വന്തം മക്കളെ വരെ കൊല്ലുന്ന മുതല. ഇനി എന്റെ കുടുംബത്തിൽ കയറി കളിച്ച ജനിപ്പിച്ച തന്നെയാണെന്ന് ഞാൻ നോക്കില്ല, പച്ചയ്ക്ക് കത്തിക്കും. സമയം കിട്ടുമ്പം ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കും മമ്മി. ഇച്ചായ, വാ. മമ്മി, ചേച്ചി, അത് നിനക്കെന്തെങ്കിലും പറ്റിയോ? ഇല്ല ചേച്ചി, ഇച്ചാമാര് വന്നോണ്ട് ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. എൻ്റെ കർത്താവേ, എൻ്റെ മക്കളെ നീ കാത്തു. ഇവ, നീ ചോദിക്കാറില്ലേ നിന്റെ പപ്പയുടെ പപ്പയും മമ്മിയും ഒന്നും വരാത്ത എന്താന്ന്? എന്നാ കേട്ടോ, ഇന്ന് നിങ്ങളെ തട്ടിക്കൊണ്ടുപോയത് അയാള് പറഞ്ഞിട്ടാ. മമ്മി എന്തേ പറയുന്നേ? ഗ്രാൻഡ് പാ പറഞ്ഞിട്ടോ? മോളെ, ഇവ അറിയാതെ പോലെ അയാളെ ഗ്രാൻഡ് പാന്നൊന്നും വിളിക്കരുതേ. ആ പേരിനെ എന്നെ മാനിക്കണം.
എന്തേ ചേച്ചി പറയുന്നത്? ഇത്രയും മാത്രം കാണിച്ചു കൂട്ടാൻ അതിന് നമ്മൾ എന്ത് ചെയ്ത്? മോളെ, ഇത്രയും മാത്രം വാശി കയറാൻ വേണ്ടി ഒരു കാര്യമുണ്ട്. എന്താ മമ്മി? പറയാം. കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അതുപോലെ തന്നെ നിൻ്റെ പപ്പയും മാത്തുപ്പയും ഞങ്ങളെപ്പോലെ നല്ല ഫ്രണ്ട്സായിരുന്നു. നിൻ്റെ ആലിസമ്മ വഴിയാണ് നിൻ്റെ പപ്പയെ ഞാൻ പരിചയപ്പെട്ടതും ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായതും. അതേപോലെ നിൻ്റെ പപ്പ വഴിയാണ് ആലിസ് മാത്യു ചായെ കണ്ടതും ഇഷ്ടപ്പെട്ടതും ഒക്കെ. അങ്ങനെ ഞങ്ങൾ ആ കോളേജ് ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അങ്ങനെ പഠിത്തം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ആലിസിനൊരു കല്യാണാലോചന. അപ്പോൾ ഇച്ചായൻ നിങ്ങളുടെ ഗ്രാൻഡ് പേ എടുത്ത് കാര്യമായിട്ട് തന്നെ സംസാരിച്ചത്. ഇപ്പോൾ കല്യാണം വേണ്ട, അവൾ ജോലിയൊക്കെ ആവട്ടെ എന്നിട്ട് മതി എന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞാലും ജോലിയായല്ലോ. അപ്പം ഇച്ചായൻ തന്നെ തുറന്ന് പറഞ്ഞാൽ അവൾക്ക് വേറൊരു ഇഷ്ടമുണ്ട്, അതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവനെ തന്നെ നമുക്ക് ഇവക്ക് കെട്ടിച്ചു കൊടുക്കാമെന്ന് പറയും. നിങ്ങളുടെ ഗ്രാൻഡ് പേ ഒട്ടും സമ്മതിച്ചില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നമായി, വഴക്കായി. അങ്ങനെ ലാസ്റ്റ് ആലിസേ, ഇച്ചായൻ മാത്യു, ദേ ജോണേ, എനിക്കിനി പറ്റില്ല. ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാ. എന്താടാ നീ പറയുന്നേ? ആലിസേ, നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഇപ്പം നിനക്ക് എൻ്റെ കൂടെ ഇറങ്ങി വരാം. ഇച്ചായ എന്താ ഈ പറയുന്നേ? എന്താ അവിടെ? പപ്പ. ഇതാരാ? ഇതാ മാത്യു, എൻ്റെ ഫ്രണ്ട്. ഓ, നീയായിരുന്നോ? എന്താടാ അവിടെ നിനക്ക് കാര്യം? ഞാൻ ഇവളെ കൊണ്ടുപോകാൻ വന്നതാ. കൊണ്ടുപോകാനോ? അതിന് ഇവള് വന്നാലല്ലേ കൊണ്ടുപോകാൻ പറ്റൂ. അവള് വരും, ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. നിങ്ങളോട് മര്യാദയ്ക്ക് ഞാൻ വന്ന് സംസാരിച്ചല്ലേ, എന്നിട്ടും നിങ്ങൾ എന്താ ഇച്ചായ എന്താ ഈ പറയുന്നേ? ഞാൻ നിന്റെ പപ്പയെ ഒന്ന് കാണാൻ പോയായിരുന്നു നമ്മുടെ കാര്യം സംസാരിക്കാൻ. എന്നിട്ട് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി, എൻ്റെ പെങ്ങളെ വെച്ച്. വാട്ട്? പപ്പ ഇത്ര ചീപ്പായിരുന്നോ? ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിക്കാൻ ഞാൻ എന്തും ചെയ്യാം ആലിസേ. എന്നാ പപ്പ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം. എന്നെ വേറെ കെട്ടിച്ചു വിടുന്ന കാര്യം പപ്പ അങ്ങ് മറന്നേക്ക്. ഞാൻ മാത്യു ചായനെ മാത്രമേ കെട്ടത്തുള്ളൂ. അത് നീ പറഞ്ഞാ മതിയോ? അതെ, ഞാൻ പറഞ്ഞാൽ മതി. ഇച്ചായ വാ പോവാ. ആലിസേ, ദേ പപ്പ, ഇനി ഞങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് കേറിയാല ആലിസ് ആരാന്നറിയും പപ്പയ്ക്ക് അറിയാലോ. ആലിസ് നീ എന്തേ കാണിക്കുന്നേ? അവള് പോട്ട്, എവിടം വരെ പോവെന്ന് നോക്കാം. 2 ദിവസം കഴിയുമ്പോ അവൾ ഇങ്ങോട്ട് തന്നെ വരും. ഇവൻ ഇവളെ മടുത്തു കഴിഞ്ഞാ പിന്നെ ഇവളിങ്ങ് വരത്തില്ലേ. പപ്പയുടെ വിചാരം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോ. വായിച്ചായ. ആലിസേ നിക്ക്. ഇച്ഛ, ഞാനെന്നൊരു മനുഷ്യജീവി ഇവിടെ ഉണ്ട് ആലിസേ, നിനക്ക് അതെങ്കിലും ഓർക്കാം. ഇച്ഛായ അത് ഞാനും നിന്റെ കൂടെ വരുവാ. ജോൺ, വേണ്ട പപ്പ, എൻ്റെ പെങ്ങൾ എവിടാണോ അവിടെ ആയിരിക്കും ഞാനും. ഇനി നിങ്ങളോട്ട് ഞങ്ങൾക്കൊരു ബന്ധവും ഇല്ല. വാടാ, വാ മോളെ. അങ്ങനെ ഇറങ്ങിയത് അവർ രണ്ടുപേരും അവിടുന്ന്. ആദ്യം ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്ത് ഒരു കമ്പനിയിൽ 3 പേരും കയറി. അങ്ങനെ പയ്യെ ഒരു നല്ല പൊസിഷനിലെത്തി. പിന്നെ നിങ്ങളുടെ പപ്പ എൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചു. എൻ്റെ മമ്മിക്കും പപ്പയ്ക്കും ഒന്നും ഒരു എതിർപ്പും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ചെറിയ കെട്ട് കടത്തി. പിന്നെ നിങ്ങളുടെ ജോണപ്പയും മാത്യുപ്പയും സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി. അങ്ങനെ അത് വളർന്ന് നല്ല രീതിയിൽ മെച്ചപ്പെട്ട് അങ്ങനെ നമ്മുടേതാ ഈ വീടെടുത്ത്. പിന്നെ സൂപ്പർ മാർക്കറ്റ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, സ്കൂള്, കോളേജ്, ഓർഫനേജ് എല്ലാം കർത്താവിൻ്റെ അനുഗ്രഹത്തോടെ അങ്ങനെ നല്ല രീതി നടത്താൻ പറ്റി. അങ്ങനെ ഇവിടം വരെ എത്തി. സത്യം പറഞ്ഞാൽ ആ വാശിക്ക് ഇറങ്ങിപ്പോയോണ്ടാണ് ഇത്രയും നല്ല നിലയിൽ നിങ്ങളുടെ പപ്പയും ആലിസമ്മയും നിൽക്കുന്നത്. അല്ലെങ്കിൽ ആലിസിൻ്റെയും നിങ്ങളുടെ പപ്പയുടെയും ജീവിതം വരെ നശിച്ചു പോയേനെ. എന്തായാലും ആലിസമ്മ ആ സമയത്ത് കാണിച്ച ധൈര്യം സമ്മതിക്കണം. ശരിയാ, മമ്മി ആ സമയത്ത് ആ ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ പിന്നെ മമ്മിയുടെ ജീവിതം മമ്മിയുടെ കൈ പോലും നിൽക്കത്തില്ലായിരുന്നു. എല്ലാം അയാളുടെ കൺട്രോളിലായിരുന്നേനെ. ശരിയാ, അത് കാരണം ഇപ്പം ഹാപ്പി ആയില്ലേ. പിന്നെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഇവയെ തട്ടിക്കൊണ്ടുപോയതും അയാൾ തന്നെ ആയിരിക്കും. പിന്നെ ഇന്നെ എവിടുന്നോ അയാൾക്ക് മിസ്സായി. എന്തായാലും ഇവളുമാർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അതന്നെ ഭാഗ്യം. ശരിയാ, അയാളുടെ ആവശ്യത്തിന് വേണമെങ്കിൽ കൊല്ലുകയും ചെയ്യും. അങ്ങനത്തെ ഒരു മൃഗം അയാൾ. എന്താ ഈ ഹാളൊരു സ്മെല്ല്? ഇവിടുന്നാണല്ലോ. കർത്താവേ, എടാ ആരു? എന്താ മമ്മി? നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്ത്? ഒന്നും തോന്നുന്നില്ല. ഇല്ല. നല്ല സ്മെല്ലും വരുന്നുണ്ടോ? ഓ, ഇതെന്ത് സ്മെല്ല് മമ്മി? മമ്മി, മോനെ ആരോ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പന്നപ്പെട്ട് നിന്റെ റൂമിൽ നിന്ന് വെള്ളിലോട്ട് ഇറക്കരുതെന്ന്. മനുഷ്യന്ന് ഹാളെ പോലെ ഇരിക്കാൻ പറ്റുന്ന അവസ്ഥ എന്ന് വെച്ചാ ഇപ്പൊ തന്നെ ഇതിനൊക്കെ എടുത്ത് കളഞ്ഞോണം കേട്ടില്ല. അവൻ പാവല്ലേ മമ്മി, വിട്ടേക്ക്. ദേ വരുന്നല്ല. ടാനി, ഇതെന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിങ്ങാ. ഇനി നീ ഈ ഹാളിലങ്ങണം കയറി ഇങ്ങനത്തെ പരിപാടി വല്ലതും കാണിച്ചോ, ഇത് പൊന്നെ ചെറുക്ക എടുത്ത് ചാക്കിലാക്കി വല്ല കായല കള്ളെടുത്ത് എറിയും ഞാൻ കേട്ടല്ല. മിണ്ടാ പറയണൊന്നും ഞാൻ നോക്കത്തില്ല. മൈൻഡ് ചെയ്യണ്ട, മിണ്ടായിരുന്നു. നീ പറഞ്ഞോണ്ട് വിട്ടേക്കുന്നു.
എന്താടാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നത്? കയറി പോടാ റൂമിൽ. ഇനി ഈ പ്രദേശത്തോടങ്ങനെ നിന്നെ കണ്ടാല. മമ്മി പാവം മമ്മി അവൻ. അവൻ്റെ കൂടെ നിന്നെ ചവിട്ടി ഇറക്കട്ടെ? വേണ്ട. എന്നാ പൊക്കോ. ഈയിടെ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഹാളിൽ പോവല്ലേ. നീ ഹാളിൽ വേണം, നീ പൊക്കോ. പക്ഷെ നീ എന്തിനാ അവിടെ വൃത്തിയേടാക്കുന്നത്? എൻ്റെ പൊന്നു ടാനി, മമ്മിയുടെ വായിരിക്കുന്ന എല്ലാം കിട്ടും. മമ്മി വടിയെടുക്കാനാ കാര്യമായി, അല്ലെങ്കിൽ നിന്നെ അടിച്ചൊടിച്ചേനെ ഇന്ന്. ഒന്നും പറയണ്ട, ഇവൻ കാണിച്ചു കൂട്ടിയ കുഴപ്പം. ഇവൻ ഇന്ന് വൃത്തിയേടാക്കിയോ ഹാള്? പിന്നെ അല്ലാതെ മമ്മിയുടെ വായിക്കുന്ന എല്ലാം കേട്ടു ഞാൻ, കൂടെ ഇവനും. ബെസ്റ്റ്. പൊന്നു ടാനിക്കുട്ടാ, വല്ല കാര്യമുണ്ടോ നിനക്ക്? മമ്മിയുടെ സ്വഭാവം അറിയാമല്ലോ. പിന്നെ നീ ഇത്ര ക്യൂട്ടായും കൂടാണ് മമ്മി നിന്നെ അകത്ത് കയറ്റിയത്. അല്ലെങ്കിൽ എപ്പോഴേ ചവിട്ടി വെളി ഇറക്കിയേനെ. അതെനിക്ക് പണ്ടേ അറിയാം ഞാൻ ഭയങ്കര ക്യൂട്ടാണെന്ന്. പൊങ്ങി. ടാനിക്കുട്ട ഇങ്ങോട്ട് പാടാം. ടാനി, അവളുടെ അടുത്തോട്ടൊന്നും പോവല്ലേ. നിങ്ങളെ കാട്ടി ഭേദമാ ഞാൻ കേട്ടോ. അയ്യ ആയിക്കോട്ടെ. വാ ടാനി. ടാനിക്കുട്ട സഹയാത്രികയോ നിഴലോ നിധിയോ കനവിൻ തിരിയോ മനസ്സിൽ മൊഴി പോ ചെറുവാനാട്ടി വരുമാനോ നീ കണ്ണേ നീ എന്നുയിരോ കള്ളമുള്ള സ്നേഹത്തോടെ ഉള്ളു തോന്നുമ്പോൾ നീക്കും ഞാൻ നീക്കും ചങ്ങാതിയായി തമ്മിൽ തമ്മിൽ ചൊല്ലിടാതെ ആദു, ഇതെന്താ നിന്റെ കയ്യില്? മമ്മിക്ക് മനസ്സിലായില്ലേ? ഇത് പൂച്ചക്കുഞ്ഞ്. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇതെന്താ ഇവിടെ? അത് മമ്മി. ആദു, ഇതിനെടുത്തോണ്ട് പുറത്തു പോയേ. മമ്മി പ്ലീസ് മമ്മി. പാവോ, നല്ല രസമില്ലേ കാണാൻ? ഇവനെ ഞാൻ വളർത്തിക്കോട്ടെ മമ്മി. ഇവനൊന്നും ഒരു ഉപദ്രവത്തിനും വരില്ല. ഞാൻ എൻ്റെ റൂമിട്ട് വളർത്തിക്കോളാം. വേണ്ട. ഇവിടെ ഒന്നിനെ കൊണ്ടേ സഹിക്കാൻ വയ്യ. എന്നിട്ടാ അറിയാത്ത പോലെ നിൽക്കാം. ഇതിന് പുറത്തുണ്ടേ ആദു. മമ്മി പ്ലീസ് മമ്മി. അത് എന്റെ കിട്ടിയോ നിനക്ക്? പുറത്തോണ്ടതിനെ. ഇവക്കെന്തോ ചെയ്ത്? അത് അവളൊരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ട് വന്നതാ. മമ്മി കേട്ടി വിട്ടില്ല, അതിന്റെ. അത് ശരി. ടാനി, നിനക്കറിയോ അവൻ എന്ത് പാവമായിരുന്നു? ആ സുന്ദരമായ മുഖത്ത് നോക്കി എങ്ങനെ മമ്മിക്ക് പുറത്തു വിടാൻ തോന്നിയതിന് സങ്കടമായി. ഞാൻ പോവാ. ആദോ, ആയ് ചേച്ചി. ദേ നിന്നെ ഇച്ചാൻ വിളിക്കുന്നു. എവിടെ? ഇച്ചാൻ വില നിപ്പുണ്ട്. ഇച്ചാൻ തന്നെ വില നിൽക്കുന്നേ. എനിക്കറിയാം, നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ശരി, പെട്ടെന്നല്ലേ. ഈ ഇച്ചാൻ തന്നെ ഈ നട്ടപ്പാതിരയ്ക്ക് വെളിയിൽ നിൽക്കുന്നത്. വട്ടായോ ദൈവമേ, കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചായന് വട്ടായെന്ന് തോന്നുന്നു. ഇച്ചായോ? ഇച്ചായ ഇവിടില്ലല്ലോ. ഇതെവിടെ പോയി?
ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ആദു ആ ഓ ഇതായിരുന്നോ? അല്ല ഇച്ചാൻ എന്തേ? ദാണ്ടേ ഓ നിങ്ങളല്ല, ഏബലിച്ചാൻ എന്തേന്ന്? ഇപ്പൊ നിനക്ക് ഇച്ചാൻ എന്തിനാ? ഇച്ചാൻ എന്നെ വിളിക്കുന്ന ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്. അത് ജസ്റ്റ് ഒരു കള്ളമായിരുന്നു, നിനക്ക് മനസ്സിലായില്ല? കള്ളായിരുന്നോ? അല്ല എന്തിനിപ്പോ ഈ കള്ളം പറഞ്ഞ് എന്നെ ഇവിടെ വിളിപ്പിച്ചത്? കാര്യമുണ്ട്. എന്ത്? തടാൻ. ഇത് എനിക്കാണോ? പിന്നല്ലാതെ ആർക്കാ? ഓ താങ്ക്സ്. അല്ല വീട്ടിലങ്ങനെ ഉണ്ടോ? അതൊക്കെ ഞാൻ ആലീസ് അമ്മടുത്ത് പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. നീ ഇവനെ റൂമിന്റെ വിലയില്ലാർക്കായിരുന്നാ മതി. ഓക്കെ സെറ്റ്. താങ്ക്സ് സോ മച്ച്. ലവ് യു. ഓക്കെ ഓക്കെ ബാ. ഉഫ് കുരിശ്, ഇന്നത്തെ ദിവസം പോയി. എത്ര മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരെണ്ണ അടുക്കളയിലോട്ട് വരുമോ? തുടങ്ങി. ദേ പോന്നിരുത്തി. അവൾക്ക് മമ്മി ഒന്നും സഹായിക്കണമെന്നേ ഇല്ല. എന്തോ മമ്മിയുടെ പ്രശ്നം? കുറെ നാളായല്ലോ. എന്തോ മമ്മിക്ക് വേണ്ടേ? ഒന്നുമില്ല. പിന്നെന്തിനാ ചുമ്മാ വഴി കൂടെ പോയാൽ എന്നെ വിളിച്ചോണ്ട് എന്റെ തലയിൽ കയറാൻ വരുന്നത്? ഞാനിത് ആലിസേ, അത് മോളെ ഒന്നുമില്ല. അത് അടുക്കളയിൽ ഇരിക്കുമ്പം എന്തെങ്കിലും വന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. എന്തോ ഞാൻ ചെയ്യണ്ടേ? പറ. പാത്രം കഴുകണോ? അതോ അരിയണോ? വല്ലതും ചെയ്യണോ? പറ. ആ പാത്രം ഒന്ന് കഴുകിച്ചൊക്കൊള്ളായിരുന്നു. ശരി കഴിഞ്ഞു. ഇനി എന്നെ ഒന്നിനും വിളിക്കരുത് കേട്ടല്ലോ. ഇല്ല നീ പൊക്കോ. എമ്മി പിന്നെ എന്താ ഇനി ഇച്ചിച്ചിക്ക് എന്തോ വേണം? എനിക്കൊന്നും വേണ്ട. പിന്നെന്തിനാ വിളിച്ചേ? ഒന്നുമില്ല. മനസ്സിനെ കളിയാക്കാൻ വേണമാണോ ഇച്ചിച്ചി വിളിക്കുന്നത്? ഇച്ചിച്ചി എന്താ വിളിച്ചിട്ട് കളിയാക്കുന്നോ? നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ഇപ്പൊ ഞാൻ സംസാരിച്ചതായില്ലേ കുറ്റം? കൊള്ളാം, എല്ലാരും കൊള്ളാം. ഞാൻ പോവാ. ഇവക്കെന്ത് ബാധ കയറിയ? ഇത് ബാധയല്ല, പിന്നെ അവക്ക് ഡേറ്റ് ആയെന്ന് തോന്നും, അതായിരിക്കും. എന്റെ കർത്താവേ, എന്നാ തീർന്നു. അറിയാലോ അവക്ക് പീരീഡ്സ് ആയ പിന്നെ ആദ്യത്തെ ദിവസം എന്ത് ദേഷ്യമോ എറിഞ്ഞു പൊട്ടിക്കലും ഒക്കെയാ. ഇന്നൊരു തീരുമാനമോ നോക്കി കണ്ട് നിന്ന് നിങ്ങൾക്ക് കൊള്ളാം. മോളെ എമ്മി ആ ഷെൽഫിരിക്കുന്ന ബുക്കിംഗ് ഒന്ന് എടുത്തേടി. പപ്പിക്ക് കാലം കൈക്ക് ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാ പിന്നെ പപ്പിക്ക് തന്നെ അങ്ങോട്ട് പോയി എടുത്തൂടെ? ഒരു 2 അടി നടന്ന ആ ബുക്കിന്റെ അടുത്ത് എത്തുമല്ലോ. പിന്നെന്തിനാ പപ്പയ്ക്ക് വേറൊരാളുടെ ആവശ്യം? മോളെ ഞാൻ എന്തുവാ പപ്പ, ഒരു 2 സ്റ്റെപ്പ് നടക്കാൻ പോലും പപ്പയ്ക്ക് വയ്യേ? അത്രയ്ക്ക് ആവശ്യതയായിപ്പോയാ പപ്പയ്ക്ക്? എടി ഞാൻ നിന്റെ പപ്പയാ. പപ്പയാണെങ്കിൽ ആരായാലും മുഖത്തൊക്കെ ഉള്ളത് പറയുമേ. അതിപ്പോ ആരാന്നോലും നോക്കത്തില്ല. പപ്പയ്ക്ക് വേണമെങ്കിൽ പോയി എടുക്ക്. ഞാൻ പോവാ. വെറുതെ ഉള്ള വഴുക്കുന്നെല്ലാം കേട്ട് തന്നെ പോയി അങ്ങ് എടുത്താൽ മതിയായിരുന്നു. മൂടിപ്പോയി രാവിലത്തെ മൂടിപ്പോയി. ആണോ? പിന്നല്ലാതെ. നിനക്ക് മനസ്സിലായില്ലായിരുന്നോ? ഇല്ലടി. അതെങ്ങനെ നീരുമൊണ്ണയല്ലേ ദൈവ. ചുമ്മാ ഫണ്ണ്. ഇവാ ആദു. ഇച്ചിച്ചി, നിങ്ങൾക്ക് രണ്ടർക്കും പഠിക്കാനൊന്നുമില്ലേ? ഉണ്ട് ചേച്ചി. പിന്നെന്താ ഇവിടെ കറങ്ങി നടക്കുന്നത്? പോയിരുന്നു പഠിക്കടി. അതെ ചേച്ചി, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കുന്നതിന് സമയം വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെന്താ? അത് ചേച്ചി ഒരു മൂടില്ല. മൂട് ഞാൻ ഉണ്ടാക്കി തരണോ? വേണ്ട. എന്നാ പോയിരുന്നു പഠിക്കടി. ശരി ചേച്ചി. വാടി വാ. ഇതെന്താടി ചേച്ചി പറ്റി? അറിയില്ല. ബാ, എന്തായാലും നമുക്ക് എസ്കേപ്പ് ആവാം, അതാ നല്ലത്. രാവിലെ ഒന്ന് നേരം വിളിക്കണല്ലോ ഭർത്താവേ. യമ്മി, ഇന്ന് നീ നേരത്തെ എണിട്ടോ? കാക്ക വല്ലം മറന്ന് വറക്കുന്നുണ്ടോ? ഉണ്ടോ നീ പോയി നോക്കിട്ട് വാ. ചെല്ലേ, ഞാൻ ഇവിടെ നിൽക്കാം. കാക്ക മറന്ന് അല്ലെങ്കിൽ നീ അതിനെ മരത്തി പറപ്പിച്ചിട്ട് വാ. യമ്മി, നീ എന്തി പറയുന്ന? നീയല്ലേ ഇപ്പൊ പറഞ്ഞത്. ചെല്ലടാ. യമ്മി, അത് ചെല്ലടാ. ശരി. അയ്യോ കർത്താവേ, ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇവിടുത്തെ അവിടെ വെച്ചേക്കുന്നു. അയ്യോ എമ്മി, അത് മോളെ എന്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് കണ്ട. നിന്നെ ഞാൻ എമ്മീനെ കൊല്ലല്ലേടി. അല്ല ഇച്ചിച്ചിക്ക് എന്താ പറ്റിയത്? ആർക്കറിയാം. നിങ്ങളിതാരെ കുറിച്ച് പറയുന്നത്? ഇച്ചിച്ചിയെ കുറിച്ച്. അത് അവൾക്ക് പീരീഡ്സ് ആയതാ, അതിൻ്റെതാ. വാവ്, സൂപ്പർ. എന്താ അവക്ക് പീരീഡ്സ് ആണോ? അതെ. നീ അറിഞ്ഞില്ലായിരുന്നു? ഭാഗ്യം. ഞാൻ അവളുടെ അടുത്ത് പോവാനാ കാര്യം, അല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ തീരുമാനമായേനെ. പട്ടി തിണ്ണി അടച്ചിട്ടേ ഇന്ന് ഞാൻ എന്താ? അയ്യോ എന്റെ മോൻ. ഇതിനകത്ത് അങ്ങനെ ഇടപെട്ടാലോ? നോക്കിക്കോ. ഇന്ന് ഞാൻ അവിടെ പന്നി. നീ അത് പൊട്ടിച്ചല്ലേ? അയ്യോ വിടടി മോളെ, വിടടി അവനെ. അയ്യോ ഇച്ചായൻ.
എടാ നിന്നെ ഞാൻ കൊല്ലൂടെ പന്നി. ഇച്ചേച്ചി വീട്, ഇച്ചേച്ചി വീട്. ഇവ മാറേനി, ഇവനെ ഞാൻ ഇന്ന് കൊല്ലും. അയ്യോ ഇച്ചേച്ചി, എന്റെ പിള്ളേർക്ക് അപ്പനില്ലാതാക്കല്ലേ ഇച്ചേച്ചി, പ്ലീസ് ഇച്ചേച്ചി. അത് യമി വീടടി അവനെ, ഇങ്ങോട്ട് വാ. ഇച്ചായ ഇവനിത് അവളെ കൊണ്ടിട്ട് പോന്ന്. ആ അയ്യോ ഇനി എന്നെ ഒന്നിനും കൊള്ളത്തില്ലേ. ചിരിച്ചോടി ചിരിച്ചോ. ഇച്ചായ വാ ഇവ എന്നെ എവിടെയെങ്കിലും കൊണ്ട് കിടത്തടി. വാ. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? എമി ആ, എന്തിനിങ്ങനെ ദേഷിക്കുന്നേ? അത് പേയാണോ നിനക്ക്? അത് ആ ഉണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ ചാടിത്തുള്ളി എല്ലായിടത്തും ദേഷ്യം കൊണ്ട് നടക്കുന്നത്. നീ വാ കിടക്ക്. വേണ്ട, പറഞ്ഞ അനുസരിച്ചില്ലെങ്കിലാ വാ. ഉറങ്ങിക്കോ. ഉം.